ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വേൾഡിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി പീരയാണ്. അപ്പോൾ ചന്തയിൽ പോയപ്പോൾ നമുക്ക് നത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഇന്നിവിടെ നത്തോലി പീരയാണ് ഉണ്ടാക്കുന്നത്. നല്ല ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ് നത്തോലി പീര. അപ്പോൾ അതിനായിട്ട് നമ്മൾ നത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അരപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമുക്കിനി അടുത്ത ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 1/4 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്ര അധികം മുളക് പൊടി വേണ്ട. പിന്നെ ചെറിയുള്ളിയും ചേർത്ത് നമ്മളിത് അരച്ചെടുത്തിട്ട് വരികയാണ്. ഇനി ക്ലീൻ ചെയ്ത് വെച്ച നത്തോലിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം അരപ്പെന്ന് പറഞ്ഞാൽ വടിയെ അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി ഒരു തോരൻ്റെ പരുവത്തിന്. ആ അരപ്പ് നമ്മൾ ഈ നൊത്തോലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ പച്ചമുളക് ചേർത്ത്, പച്ചമുളക് എല്ലാം പഴുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചുവന്ന കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്ത് മീനും അരപ്പും കൂടി വേകാൻ ആവശ്യമായ വളരെ കുറച്ച് മാത്രം വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് ഉപ്പും ചേർത്ത് നമ്മളിത് വേവിക്കാൻ അടുപ്പിൽ വയ്ക്കുകയാണ്. ഇത് വെന്ത് ഈ വെള്ളമെല്ലാം വലിഞ്ഞിട്ട് ഒരു തോരൻ പരുവത്തിന് അരപ്പും മീനും മാത്രമായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് അടുപ്പിൽ വയ്ക്കുന്നത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അരപ്പ് അടുപ്പിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി പാകത്തിന് പരുവായിട്ടുണ്ട്. നമ്മുടെ നത്തോലി പീര നന്നായിട്ട് വെള്ളമെല്ലാം വലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നത്തോലി പീര നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഇതിനകത്തോട്ടേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നത്തോലി പീര ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് എപ്പോഴും നത്തോലിയൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.